നല്ല ലേറ്റായി അടുത്ത വീഡിയോ ഇടാൻ. ഇവിടെ കുറച്ച് ബിസിയായിപ്പോയി. അപ്പോൾ ഞങ്ങളുടെ ജമ്മുന്ന് കേരളത്തിലോട്ടുള്ള യാത്രയുടെ നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ. ഇന്ന് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിയാണ്. രാവിലെ ചായക്കട പോലും തീർന്നിട്ടില്ല ഗിഫ്റ്റ് തരായിരുന്നു. അപ്പോൾ ഗുഡ് മോർണിംഗ്. ഇത് ഓഗസ്റ്റ് 22 വീഡിയോ ആണ് കേട്ടോ. ഓഗസ്റ്റ് 22 ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു. ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ട്രെയിനിലായിരുന്നു. ഗുഡ് മോർണിംഗ്. അയ്യോ എന്നെ ഇത് പല്ലാക്കി. അവള് ഇങ്ങനെ കാണിക്കാൻ അവളുടെ പല്ല് കാണത്തില്ല. ഞാൻ എങ്ങനെ കാണിച്ചാലും എന്റെ പല്ല് കാണും. ഇതിനകത്ത് ഇത് ജിം ചെയ്തവരെ കണ്ടിട്ടുണ്ടോ? ആരും കാണാൻ പറ്റുന്നു. ഇവര് പെട്ട മോഹനാണിത്. നിന്റെ വേലുപോലെ എന്നെ കളിയാക്കുന്ന എന്തോന്ന് പറയുമ്പോ മുയലേം പല്ലാന്ന് പറഞ്ഞിട്ട് ഇത് ഞാൻ ലെവലാക്കും. ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ എന്ത് വരയ്ക്കുന്ന നോട്ടെ. അത്രയും ഇടാത്തുണ്ടേ. നമ്മളെങ്ങോട്ടാണ് പോകുന്നത്? നാട്ടിലേക്ക്. ഫൈൻ, ദാറ്റ്സ് ഓക്കേ. നീ എന്ത് പടാ ഇത്? അത്തപ്പൂ ഇടുന്നോ? അപ്പൊ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചത് ഇങ്ങനത്തെയാണ് ഇവിടുത്തെ ഉപ്മാവ്. ഇല്ല മാറി പറഞ്ഞിട്ട് എന്തോ ഒരു സാധനം. മൂന്ന് ദിവസമായി ട്രെയിനിൽ കയറിയിട്ട് 2 ദിവസമായി. എന്നിട്ട് ടീഷർട്ടായത് ഫോട്ടോ അല്ല. ഫുഡ് കഴിക്കുവാനേ ആനെ കണ്ട്. അപ്പൊ നീ ഉറങ്ങുമായിരുന്നു. പിന്നെ ഒത്തിരി വെള്ളം കയറി കിടക്കുന്ന സ്ഥലം കണ്ട്. ഇതിന്റെ അകത്ത് നമുക്ക് കാണാൻ പറ്റും. ഒത്തിരി സ്ഥലത്ത് വെള്ളം കയറി കിടക്കുന്ന സ്ഥലം കണ്ട്. അതൊക്കെ മോനെ ഉറങ്ങുമായിരുന്നു. അന്ന് എന്നിട്ട് പറഞ്ഞ് ഉച്ചവച്ചിൻ്റെ അടുത്ത് മോനെ ഒന്ന് വിളിച്ചാലും പച്ചമ്മ കുഞ്ഞ് ഉറങ്ങട്ടെ. വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്, കാണിക്കാട്ടോ. ഇയാളതിന് മാറ്റിയിരിക്കും വരുവാന്നോ? സ്നേഹമുള്ള കുഞ്ഞൊന്നും ഇല്ലല്ലോ. അയ്യോ എന്താ പണിക്കുന്നത്? താ ഒരെണ്ണം എനിക്കില്ല, ഞാൻ പോവാ, എനിക്കൊന്നും ഇല്ല. ഇതിനകത്തൊന്നും ഇല്ലല്ലോ.
എടി ഇയാൾക്ക് അങ്ങനെയില്ലയോ തന്ന തിരിച്ചു പഠിച്ചൂടാ തന്ന തിരിച്ചു പഠിച്ചൂടാ കഴിക്കാൻ എന്തൊക്കെ കഴിച്ചാലും നാട്ടിൽ വന്ന് ഇതുപോലെ പഴംപൊരിയും പിന്നെ ബിരിയാണിയും പൊറോട്ടയും ബീഫൊക്കെ കഴിക്കുന്നത് ചൊന്നിനും കിട്ടത്തില്ല. വേണ്ട മോനെ തിരുപ്പതി ആയാൽ മതി. അപ്പൊ മലയാളി എവിടെ എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഇത് ഡൽഹിയാ. അപ്പൊ പിന്നെ കാണുമോന്ന് സംശയമാ. ആ ഇവിടൊക്കെ മലയാളം അറിയാവുന്നവരുണ്ട്. ഇനി എങ്ങാനും കണ്ടാലോ. അപ്പൊ പിന്നെ നമ്മളിപ്പോ ഒരു റൂമിലോട്ട് പോവാം. എന്നിട്ട് പിന്നെ ഡൽഹിന്ന് നാളെ നമുക്ക് നാട്ടിലോട്ട് പോവാം. പിന്നെ 4 days ആകുമ്പോഴത്തേക്ക് നാട്ടിലെത്തും. 1 2 3 4 2 ദിവസം ആണോ? ഒരു ദിവസം മതിയോ? ഞങ്ങൾ വരുന്ന ഡേറ്റ് കറക്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഈ മാസം തന്നെ വരുമെന്നറിയെങ്കിലും കറക്റ്റ് ഡേറ്റ് അവർക്ക് ആർക്കും അറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് ഈ ദിവസം എന്തായാലും ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. നല്ല ലേറ്റ് നൈറ്റ് ആയതുകൊണ്ട് അവർ ഉറക്കത്തിൽ നിന്നിച്ചോന്ന് അവർക്ക് അങ്ങോട്ട് ഒന്ന് റിലേ ആവാൻ കുറച്ച് സമയം എടുത്തു കേട്ടോ. പിന്നെ പിക്കപ്പിലുള്ള സാധനം ഒന്നുമില്ല. ആ ഉണ്ട്. അച്ഛനോട് പോയിട്ടോ 2 പെട്ടിയുണ്ട്. അവളിവിടെ വരുന്നവരെ ഡൽഹിയിൽ അത് പറഞ്ഞിരിക്കുക. അമ്മ മലയാളം സംസാരിക്കുന്നല്ലോ. ഡൽഹിക്കാരല്ല, മലയാളം എഴുതി വെച്ചേക്കുന്നത് കേട്ടോ കടയില്. അയ്യ കിളിയല്ല. യോ ഇവിടെ എല്ലാം കാട് പോലെ ആയില്ല. അപ്പൊ നാട്ടിൽ വന്നിട്ട് നല്ലൊരു പണിയുണ്ട് ഇവിടെ. അപ്പൊ പണിയൊക്കെ കഴിഞ്ഞിട്ട് കാണാം. നല്ല ഉറക്കമാണ്. 3:30 കിടന്ന് ഉറങ്ങിയത്. അയ്യോ, ഇതിവിടെ അച്ഛൻ്റെ അമ്മയുടെയും കൃഷിയാട്ടോ. ഇതിപ്പോൾ കൊടുക്കാൻ കൊണ്ടുപോകും. അപ്പം ഞാൻ വെറുതെ വീഡിയോ എടുത്തതാ. ടെറസിൻ്റെ മണ്ടേ അച്ഛൻ ചെയ്യുന്ന കൃഷിയാണ്. ഞാൻ അതൊക്കെ കാണിച്ചു തരാം പിന്നെ ഒരു വീഡിയോ ഇല്ല. ഫോട്ടോ ഉണ്ടോ?
അമ്മമ്മ. അമ്മമ്മ. സെറ്റ് മോണിറ്റർ അടിച്ചു പോയെന്നോ? വന്ന കാര്യം ഞങ്ങളുടെ അമ്മയൊന്നും അറിഞ്ഞിട്ടില്ല കേട്ടോ. എൻ്റെ അമ്മയും വലിമച്ചും ഒന്നും അറിഞ്ഞിട്ടില്ല. അപ്പം ഞങ്ങൾ രാത്രി ഇപ്പം രാവിലെ മൊത്തം ഉറക്കമായിരുന്നു. അങ്ങനെ രാത്രി വീട്ടിലോട്ട് പോവാണ്. വീട്ടിലോട്ട് പോയിട്ട് അമ്മ കാണും. ഇന്ന് 23, ഞങ്ങൾ 26-ാം തീയതി എത്തുമെന്നാണ് പറഞ്ഞത്. ഞങ്ങൾ ഈ ആഴ്ച തന്നെ എത്തുമെന്ന് അറിയാം, പക്ഷേ 23-ാം തീയതി എത്തുമെന്ന് ആർക്കും പ്രതീക്ഷയില്ലായിരുന്നു. അപ്പം ഞങ്ങൾ വീട്ടിലോട്ട് പോവാ. ഞങ്ങൾ വീട്ടിലോട്ട് പോവാ. പനി വന്നു, പനിയായിപ്പോയി എൻ്റെ കുഞ്ഞിന്. ഞങ്ങൾ ഇന്നലെ രാത്രി വന്നു. പിന്നെ അമ്മ വൈകി എവിടെ വന്നേ? ആരാ ഗീതമ്മ? ഏതാ? എന്തോ കഴിക്കുന്നേ? ഐക്കിമാനോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു. നാട്ടിലത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. കാണുന്നവരേക്കും ബൈ. എല്ലാവരും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ നേരത്തെ ഒരാൾ പറഞ്ഞിട്ടുണ്ട്, ഞാൻ കാണിക്കാമേ. ബൈ ഗൈസ്. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. റോസിനും സിമ്പലില് നമുക്ക് നിങ്ങൾക്കും അമ്മയെ പോലെ ആവണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അയപ്പിക്കാം ഞാൻ.